DreamBakes Delights-ന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേക്ക് ഡെക്കറേഷനും ബേക്കിങ്ങും ഒന്നും അല്ല കേട്ടോ. നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നു, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ അമ്മമാർക്ക് ഏറ്റവും ടെൻഷൻ ഉള്ളൊരു കാര്യമാണ് എന്താണ് ഇവർക്ക് ടിഫിന് കൊടുത്തു വിടുക എന്നുള്ളത്. അപ്പം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണം, ഹെൽത്തി ആയിട്ടുള്ളത് വേണം. അതൊക്കെ നമുക്കൊരു വെല്ലുവിളി തന്നെയാണ് അല്ലേ. നമുക്കറിയാം പല കുട്ടികളും കഴിക്കാൻ മടിക്കുന്ന സാധനങ്ങളാണ് ഈ ഇലക്കറികൾ. എന്നാൽ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും കുട്ടികൾ അത് കഴിക്കാനായിട്ട് മടിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഈ ഇലക്കറികളൊന്നും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അത് അവർ പോലും അറിയാതെ അവർ കഴിക്കുന്ന ഒരു ടെക്നിക്കാണ്. അവർ രാവിലെ ടിഫിന് കൊടുക്കാനായിട്ട് ഇത് നല്ലൊരു അടിപൊളി സംഭവമാകും. ഒരു നാടൻ ഇലക്കറിയെ നമ്മൾ സ്റ്റൈല് മാറ്റി ഇച്ചിരി മോഡേൺ ആക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെന്ന് പറഞ്ഞാൽ മുരിങ്ങയില തോരനാണ്. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എത്ര അധികമാണെന്നുള്ളത്. അപ്പോൾ ഈ ചീരത്തോരനിൽ ഞാൻ ബർഗർ പോലെ മാറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ചെറിയ സവോള ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗ്രീൻ ചില്ലി, അത് നന്നായിട്ട് നമ്മൾ പച്ചമുളകൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്താൽ അത് നല്ല ടേസ്റ്റും കിട്ടും. കുട്ടികൾ അങ്ങനെ കടിച്ചിട്ട് അവർക്ക് വല്ലാതെ എരിവൊന്നും തോന്നത്തുമില്ല. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ചോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മുരിങ്ങയില തോരന് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു ചെറിയ പാനാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് വട്ടത്തിൽ എനിക്കൊരു ബർഗർ പാത്തി പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലത്തെ പാനിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓംലെറ്റ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് മുറിച്ചെടുത്താലും മതി. ഇത് നമ്മൾ പപ്പ ജോൺസിൻ്റെ ഒക്കെ പിസ്സ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗാർലിക് ബട്ടറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പിസ്സയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതുപോലുള്ള ഫുഡ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഒക്കെ വരുമ്പോൾ ഇവർക്കൊരു കുട്ടികൾക്ക് നല്ലൊരു സന്തോഷമാകും. അപ്പോൾ ഇവിടെ ഞാൻ ഇച്ചിരി ഗാർലിക് ബട്ടർ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഈ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ് തൊട്ടിട്ട് കൊടുക്കുകയാണേ. ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ ഇരുന്ന് അത് നന്നായിട്ട് കുക്കായിക്കോളും. അതിനുശേഷം ഞാൻ കുറച്ച് ഗാർലിക് ബട്ടറുടെ ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു രണ്ട് സൈഡും മൊരിഞ്ഞൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ അത് രണ്ട് സൈഡിലും മറിച്ചിട്ട് അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ നമ്മുടെ ബർഗറിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സാലഡ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലെ ചെരിച്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നു. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടൊമാറ്റോയാണ്. ടൊമാറ്റോയും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒനിയനൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഒനിയൻ എടുത്തിട്ടില്ല സ്ലൈസ് ചെയ്ത്. അപ്പോൾ കുക്കുംബറും റെഡിയാക്കി, ടൊമാറ്റോയും റെഡിയാക്കി. ഇനി ഇതുപോലെ നല്ല ഫ്രഷ് ലെറ്റ്യൂസ് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ ഡ്രൈ ആക്കിയിട്ടെടുക്കുക. ഇവിടെ ഞാനൊരു സാലഡ് സ്പിന്നറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ നന്നായിട്ട് കുടഞ്ഞ് ഒക്കെ എടുത്താലും മതി, വെള്ളം ഇല്ലാതെ. ഇനി ബർഗർ ബൺ എടുക്കും. ഈ ബർഗർ ബണ്ണ് കട്ട് ചെയ്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് മയണൈസ് ഇവിടെ തേച്ച് കൊടുക്കുകയാണ്. ഈ മയണൈസ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ സോസ് ഏത് തരത്തിലുള്ള കെച്ചപ്പുകളൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഈ കുക്കുംബറിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുത്തു. ഇനി അതുപോലെ തന്നെ ടൊമാറ്റോ വെച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിയിരിക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. പിന്നെ ടേസ്റ്റും നന്നായിട്ട് കൂടുകയും ചെയ്യുമല്ലോ. പിന്നെ എന്നിട്ട് നമ്മളുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില തോരൻ്റെ പാത്തി എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ചൂടോടെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചീസിൻ്റെ സ്ലൈസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചൂട് കാരണം ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കൂടുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ലെറ്റ്യൂസോ അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് ഫില്ലിങ് വെക്കേണ്ടത് എല്ലാം കൂടെ വെച്ച് അറേഞ്ച് ചെയ്യുക. കുറച്ച് കെച്ചപ്പൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബണ്ണിൻ്റെ മറ്റേ പകുതിയിലും ഞാൻ ഇച്ചിരി മയണൈസ് തന്നെയാണ് തേച്ചേക്കുന്നത്. അങ്ങനെ അതെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ഇപ്പം നമ്മളുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് മുരിങ്ങയില തോരനാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും കുട്ടികൾ വിശ്വസിക്കത്തില്ല. കാരണം അതുപോലെ ടേസ്റ്റ് എല്ലാം മാറുന്നുണ്ട്. സത്യം പറയാലോ, ഇത് ശരിക്കും ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അതുപോലെ നമ്മുടെ ചുവന്ന ചീരയും ഈവൻ ബീൻസ് തോരനും ഒക്കെ ഞാനിതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ബർഗറൊക്കെ സെറ്റ് ചെയ്ത് ടിഫിനിൽ കൊടുത്തു വിടുമ്പോൾ ഒരു ബട്ടർ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ കൊണ്ടോ ഒക്കെ അതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ അത് അതിനകത്ത് സെറ്റ് ആയിട്ടിരുന്നോളും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ടിഫിനിൽ വെച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ലൈഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ടോ
ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ടിഫിനിലോട്ട് വെച്ചു കൊടുക്കാം. സാധാരണ ഞാൻ ടിഫിൻ സെറ്റ് ചെയ്യുമ്പോണ്ടല്ലോ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും അങ്ങനെ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ ഒരു കേക്കിൻ്റെ കഷ്ണമോ ഒക്കെ വെക്കും. കാരണം അവർക്കതൊരു സന്തോഷമാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ഫ്രീ ടൈം ഇടയ്ക്ക് കിട്ടുമ്പോൾ ഒരു ടിഫിൻ തുറന്ന് ഒരു സാധനം എടുത്ത് കഴിക്കണമെങ്കിലൊക്കെ അവർക്ക് അതൊരു സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നത് 2-3 ബിസ്ക്കറ്റ് കുക്കീസ് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ചോക്ലേറ്റ്. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ വെക്കുന്ന ദിവസം അവർക്ക് ഭയങ്കര സന്തോഷമാണ് തിരിച്ചു വരുമ്പോൾ. പിന്നെ കുറച്ച് ഗ്രേപ്സ് കഴുകി, ഈ ഗ്രേപ്സ് ഒക്കെ നമുക്ക് തലേദിവസം കഴുകി റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ അതിനൊന്നും നമുക്ക് സമയം പോകുന്നില്ല. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കുന്ന പോലത്തെ ഷേപ്പിൽ കുക്കുംബറും ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അതിന് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സോസ്, ചിലപ്പോൾ ബാർബിക്യൂ സോസ് ആയിരിക്കും, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ കുറച്ച് മയോണൈസോ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം ചെറിയൊരു ഡപ്പയിൽ, ഇതൊരു ചെറിയ ബോട്ടിൽ ഞാൻ ഈ ടിഫിനകത്ത് കൊള്ളുന്ന തരത്തിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുത്ത്, അപ്പോൾ ഇങ്ങനെയാണ് ഞാനിന്ന് ടിഫിൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ടിഫിനകത്ത് ഞാൻ അവർക്കൊരു കുഞ്ഞ് സർപ്രൈസ് ആയിട്ട് ചെറിയൊരു പേപ്പറിൽ ഒരു കുഞ്ഞ് മെസ്സേജ് കൂടെ എഴുതി വിടും. അത് ചിലപ്പം എന്തെങ്കിലും കോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബൈബിൾ വേഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തലേദിവസം എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുഞ്ഞൊരു മെസ്സേജ്. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കൊച്ചു കൊച്ചു മെസ്സേജുകളാണേലും നമുക്ക് ചുമ്മാ പേപ്പറിൽ എഴുതി അതിനകത്തോട്ട് ഇട്ട് വെക്കാതെ അതിനെ ഒന്ന് ലാമിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് ഫുഡുമായിട്ടൊന്നും കോണ്ടാക്റ്റ് വരാതെ പിന്നെ അത് കീറിയൊന്നും പോവാതെ ഇരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇത് ഈ നമ്മളുടെ ബുക്കൊക്കെ പൊതിയുന്ന ഈ സ്റ്റിക്കർ ഷീറ്റില്ലേ, ആ ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലത്തെ അങ്ങോട്ട് എടുത്ത് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് എത്ര പേപ്പറാണോ ഒക്കെ വേണ്ടത് അതെല്ലാം ഇതുപോലെ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ 2 സൈഡും ലാമിനേറ്റഡ് ആയിട്ടുള്ള പേപ്പർ നമുക്ക് കിട്ടും. പിന്നെ ഇതിനെ കട്ട് ചെയ്തെടുത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു 5-8 ഒരുമിച്ച് എഴുതിയിട്ട് വെക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് കൊണ്ടിരിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ടിഫിനകത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവർ തിരിച്ചു കൊണ്ടുവരും ഈ പേപ്പർ. അപ്പോൾ നമുക്കിത് കഴുകി എടുത്ത് വെക്കുകയും ചെയ്യാം, പിന്നെ റീയൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു മെസ്സേജുകളൊക്കെ കൊച്ചുങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടുന്നത് ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിഫിൻ ബോക്സ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ടിഫിൻ ബോക്സ് ഐഡിയാസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്ര താളം തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.